എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ജൈവ സ്ലറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം വളരെ ഉപയോഗപ്പെടുന്ന ഒരു കിടിലൻ ജൈവ സ്ലറിയാണ്. അത് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിന്ന് ജൈവ സ്ലറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ തയ്യാറാക്കുന്ന രീതിയിലൊന്ന് തയ്യാറാക്കിയാൽ നമുക്ക് നല്ലതുപോലെ ചെടികൾക്ക് കായും പൂവും എല്ലാം ഉണ്ടാകും. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾ തഴച്ച് വളരും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അളവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കാം. പച്ചച്ചാണകമാട്ടോ ഇത് അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. 3 പച്ചച്ചാണകം 3 ചിരട്ടയിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ പച്ചച്ചാണകം എടുത്തിരിക്കുന്നത് കണ്ടോ. പച്ചച്ചാണകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര അറപ്പാണ്. എന്നാലും പണ്ട് കാലത്ത് ഇതിട്ടിട്ട് ആ വീടെല്ലാം മെഴുകുന്നത്, അതൊന്നും ഇപ്പോഴത്തെ കാലത്തില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് അറിയത്തേ ഇല്ല. നമ്മൾ രണ്ടാമത് വേണ്ടത് നമ്മുടെ വേലിക്കൊന്നയില് കൊന്നച്ചപ്പാണ് കേട്ടോ. ഇതേണ്ട ഇത് ഞങ്ങൾ ഇന്നലെ അങ്ങാടി പോയപ്പോൾ വഴിക്കിന്ന് ഞാൻ ഒടിച്ചുകൊണ്ട് തന്നെ, ഇവിടെയൊന്നും കിട്ടാറില്ല. ഞാൻ വഴിക്കിന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ ഒടിച്ചുകൊണ്ട് പോകുന്നത്, എനിക്കിത് വീഡിയോ എടുക്കാൻ ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ അടർത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടെടുക്കുക. ഇത് തളർന്ന് ഒരു വാടി നിൽക്കുന്ന ചെടികൾ പോലും നല്ല രീതിയിൽ തഴച്ച് വളരും. ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമുക്ക് എല്ലാം ഇത് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒത്തിരി പണിയോ ഒത്തിരി കഷ്ടപ്പാടോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. നോക്കി ഇത് കിട്ടുകയില്ലായിരിക്കും കേട്ടോ. ചില സ്ഥലങ്ങളിലൊന്നും ഈ കൊന്നച്ചപ്പ് കാണാറില്ല. എന്നാലും വേലിയറമ്പിലൊക്കെ വേലി സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ആദ്യമൊക്കെ നമ്മളൊക്കെ അതിർത്തി കല്ലിടുന്നതിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഇത് കൊന്നയായിരുന്നു വെച്ച് കൊടുക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കൊന്നയാട്ടോ ഇഷ്ടംപോലെ കാണാം. ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ എവിടെയൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങാടി പോയപ്പോൾ ഇങ്ങനെ കുറുക്ക് വഴി കൂടെ വന്നപ്പോൾ അവിടെ കണ്ടതാണ്. അവിടുന്ന് ഞാൻ ചാടി ഓടിക്കേറി പറിച്ചതാണ്. എന്നിട്ട് ചേട്ടാടിയിൽ നിന്ന് വഴക്കും കിട്ടും, നാട്ടുകാരുടെ കയറി പറിക്കുകയെന്ന് പറഞ്ഞിട്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണമെന്നുകൊണ്ട് ഞാൻ പറിച്ചതാണ്. ഇതത്ര ഇതാട്ടോ, ഇതില്ലാതെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇതൊന്ന് ചേർത്തുണ്ടാക്കുക അത്ര വീര്യം കൂടിയ നമ്മുടെ കൊന്നച്ചപ്പ് കൊണ്ടുള്ള വേറെ സ്ലറി അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമാണ്. ഇതിപ്പോൾ 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 250 ഗ്രാം കടലപ്പിണ്ണാക്കും എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോ കിലോ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന്, അപ്പോൾ ചാണകവും കൂടുതലെടുത്തു, നമ്മൾ ഈ ഇലയും കൂടുതലെടുത്തു കേട്ടോ. കൊന്നച്ചപ്പും കൂടുതലെടുത്തു, വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ കൂടുതലെടുത്തു. ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കാം. നമുക്കിത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഇതിന് 5 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് തുറന്ന് നോക്കി ഇതിൻ്റെ എടുത്തിട്ട് ഇരട്ടി വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ. ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ, ചെടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാം. തക്കാളി, വഴുതന, വെണ്ട, പയർ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഇതിന് 5 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് തുറന്ന് നോക്കി ഇതിൻ്റെ എടുത്തിട്ട് ഇരട്ടി വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ. ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ, ചെടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാം. തക്കാളി, വഴുതന, വെണ്ട, പയർ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബക്കറ്റോ എന്തെങ്കിലും ഒരു പാത്രം മതി. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് വെയിൽ കൊള്ളാത്തടത്ത് കൊണ്ട് നമുക്കൊന്ന് വെക്കാം. ഒരു പഴയ പെയിൻറ്റ് ബക്കറ്റാണ്. അതിൻ്റെ ഒരു അടപ്പത്ര ചേരുന്നൊന്നുമില്ല, എന്നാലും ഇത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിത് വെയിൽ കൊള്ളാത്തടത്ത് ഇതൊന്ന് വെക്കാം. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് ഇതെടുക്കുമ്പോൾ ഉണ്ടല്ലോ അത്ര പവർഫുൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കലക്കി വെച്ചിരുന്നത് ഇത് 5 ദിവസം മുമ്പ് ഞാൻ കലക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും
കടലപ്പിണ്ണാക്കും പിന്നെ നമ്മൾ ശീമക്കൊന്നയുടെ ഇലയും കൂടെ ചേർത്തിട്ടാട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് 5-ാമത്തെ ദിവസമാണ്. ഇനി നമുക്കിതിലോട്ട് ഇരട്ടി വെള്ളം ചേർക്കണം. അപ്പോൾ ഒരു കപ്പിന് നമ്മൾ ഇതുപോലുള്ള ഒരു കപ്പിന് 5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഒരു കപ്പിന് 1 ലിറ്ററിന് 5 ലിറ്റർ വെള്ളം. ഈ രീതിയിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് നേർപ്പിക്കണം, നല്ല രീതിയിൽ തന്നെ ഇത് നേർപ്പിച്ചെടുക്കാം. അതിലേക്ക് വെള്ളം ചേർക്കാം. നമ്മുടെ ചെടികളുടെ എല്ലാം ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ കട്ടിയെല്ലാം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഒരിക്കലും ചെടിയുടെ ചുവട്ടിലോട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കരുത്. ഇത് കുറച്ചും കൂടി ലൂസാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ ചീരകൾക്കും എല്ലാവിധ പച്ചക്കറികൾക്ക്, ചീരകൾക്ക്, പേരയ്ക്ക്, അങ്ങനെയുള്ള എല്ലാത്തിനും, തെങ്ങിൻ്റെ ചുവട്ടിലും ഒക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഭയങ്കര അത്ര ഉഗ്രനാണ്. അപ്പോൾ ഇത് നേരിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ. ഇത് നമ്മുടെ ചെടിയുടെ ചുവടുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് നല്ലതുപോലെ നല്ല ഉന്മേഷം ഉണ്ടാകാനും നല്ല തഴച്ച് നിൽക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാട്ടോ. ഇത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്ത് ചീരയുടെ ചുവട്ടിൽ, തക്കാളിയുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ കുറേ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. അന്നേക്ക് നമ്മുടെ കട്ടി കുറഞ്ഞിട്ടാണ്. കട്ടി നല്ല കട്ടിയുള്ളപ്പം നമ്മുടെ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് നമ്മുടെ ചെടിക്ക് വേര് ചെയ്യലിനുള്ള പ്രതിരോധ ശേഷി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ കടലപ്പിണ്ണാക്കി നൈട്രജൻ ഉണ്ട്. ചാണകത്തിന് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള നമ്മുടെ ഇലകളിലൊക്കെ ഉള്ള പുഴുക്കേടുകൾക്കൊക്കെ നല്ലതാട്ടോ. അപ്പോൾ പുഴുക്കേടെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതുപോലെ നേർപ്പിച്ചാണിത് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടിയിൽ കട്ടി കൂടുതലുള്ള സമയത്ത് നമ്മുടെ ചെടിയിൽ വേരിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്, സൈഡ് വഴി ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ചെടിക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചീരയൊക്കെ പെട്ടെന്ന് ടപ്പേന്ന് വളരും. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാം പയർ എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പയറിനെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ പയറൊക്കെ വളർന്നു വരും. അപ്പം നമ്മൾ കടലപ്പിണ്ണാക്കും ചാണകവും പച്ചച്ചാണകം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. അപ്പോൾ നമ്മളതിന് ഉണക്ക ചാണകപ്പൊടി ഇട്ടാലും മതി. പച്ചച്ചാണകം നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവർക്കാണെങ്കിൽ ചാണകപ്പൊടി ഇടാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മെല്ലുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റി വെക്കുക കേട്ടോ. കലക്കുമ്പോൾ നമ്മൾ അടുപ്പൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. കുറച്ച് സ്മെല്ല് കൂടുതലാണ്. കാരണം നമ്മൾ ശീമക്കൊന്നയുടെ ഇലയായിട്ടിരിക്കുന്നത്. അതിൻ്റെ സ്മെല്ല് ഭയങ്കര അത് ഇത്രയും ദിവസം 5 ദിവസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ അത് അഴുത് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ റോസ് ചെടികൾക്കോ എല്ലാവിധ ചെടികൾക്കും നമുക്ക് ഒഴിക്കാവുന്നതാണ്. പേരയുണ്ടെങ്കിൽ ചെറിയ പേരത്തൈക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ തെങ്ങിന് വരെയും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാട്ടോ. പെട്ടെന്ന് നല്ല കായ്ഫലം ഉണ്ടാക്കുകയും പൂവും കായും ഒക്കെ ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും. ചെടി തഴച്ച് വളരാനും നല്ലൊരു സഹായകമാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസമാണ്. അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. അതിൽ കൂടുതൽ വെച്ചാൽ പുഴുക്കളൊക്കെ ആകും. അപ്പം നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് നമ്മുടെ ചെടികൾക്ക് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. തക്കാളിത്തേക്കും മുളകൊക്കെ പാകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് വലുതായി വരുമ്പോഴത്തേക്ക് അതിനും എല്ലാം ഒഴിച്ചു കൊടുക്കുക. നല്ല ഉന്മേഷത്തോടു കൂടി വളരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജൈവ സ്ലറി തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. അതുപോലെ നിങ്ങളും തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്കിനി പുതിയ കൃഷിയെക്കുറിച്ചുള്ള പുതിയ അറിവിനായി നിങ്ങൾ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഉടൻ തന്നെ നമുക്ക് കാണാം.